അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടോപ്പ് 100 കമ്പനിയിലാണ് എൻ്റെയർ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു 2/3 വരുന്നത്. ബാക്കി വരുന്ന 1/3 മിഡിലും സ്മോളിലും കൂടി ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്പോഷർ അല്ലെങ്കിൽ എവിടേക്കാണ് കൂടുതൽ പൈസ. അപ്പോൾ നമ്മുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ഈ റേഷ്യോ തന്നെ ചെയ്യണം, അല്ലാണ്ട് ഈക്വലായിട്ട് പോലും ചെയ്യരുത്. അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ ചില ടൈമിലൊക്കെ ചെയ്യാം. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ 101 തുടങ്ങിയിട്ട് 250 വരെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ 250 തുടങ്ങിയിട്ട് താഴേക്കുള്ള അതിനാ സ്മോൾ ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്പനിയാണ്. അപ്പോൾ അത് അടുത്ത വർഷം ഒറ്റയടിക്ക് ഡബിൾ ആവാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനൊരു ഗ്രോത്ത് ഉണ്ട്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷെ അവർ കുറേ ബാക്കി താഴേക്ക് വരുന്ന റാങ്കിങ്ങിൽ വരുന്ന കമ്പനികളെ അപേക്ഷിച്ച് സ്റ്റേബിളാണ്. കറക്റ്റ്. ആ കമ്പനിയൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അതിന് വലിയ ഇതൊന്നുമില്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മാറിയാൽ മാത്രമേ ഈ സാധനം പൊന്തി വരുള്ളൂ. കുറേ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഈ കാറ് കമ്പനി ബാറ്ററി കാറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണെങ്കിൽ ബാറ്ററി കാറിനോട് വലിയ താല്പര്യം ആൾക്കാർക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ സിറ്റുവേഷൻ മാറും. ഇത് പെട്ടെന്ന് തന്നെ എന്ത് പറഞ്ഞാലും റെഗുലേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ വാല്യൂ ഒന്നുമില്ല. പക്ഷേ അതങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇത് പറക്കുന്നറിയാം. അങ്ങനത്തെ കുറേ സിനാരിയോസ് ഉള്ള കുറേ കമ്പനികളുടെ ബിസിനസ് മോഡൽസ് ഉണ്ടാവും. അത് ഫണ്ട് മാനേജേഴ്സ് നോക്കിയിട്ട് പിക്ക് ചെയ്യണതാണ്. നമസ്കാരം, പെൻഡാഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മ്യൂച്വൽ ഫണ്ട്, അതിൻ്റെ ടൈപ്സ്, കാറ്റഗറീസ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ജേണിയിലാണുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സ് എന്നിവയെ പറ്റിയിട്ടാണ്. എനിക്ക് ഇപ്പോൾ ഇക്വിറ്റീനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ വെറൈറ്റി ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് തന്നെയുണ്ട്. ഇക്വിറ്റിയിൽ തന്നെ മോർ ദാൻ 10 ഉണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കാറുള്ളതാണ്, നമ്മൾ പറയും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാം, റിസ്ക് ഒന്ന് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം, അല്ല ഇക്വിറ്റി അല്ലേ ഏതെങ്കിലും ഒരു ഫണ്ട് എടുത്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ ഇക്വിറ്റി ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇതാക്കുന്നതിൻ്റെ ഒരു ഇത് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇക്വിറ്റിയിൽ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞപ്പോൾ ഇക്വിറ്റിയിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ തുടക്കക്കാർക്ക് തോന്നുകയെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഇക്വിറ്റിയാണ്, എല്ലാവരും സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ. അപ്പോൾ ഇക്വിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിൽ ഇക്വിറ്റി ഫണ്ടുകളെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ കമ്പനികളുടെ സൈസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ കമ്പനികളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട്. നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പിന്നെ റെഗുലേറ്ററി ആവശ്യം ELSS പ്രകാരം ടാക്സ് സേവർ ഫണ്ടൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ സൈസ് അനുസരിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് 3 കമ്പനികളെ നമുക്ക് വേണമെങ്കിൽ സൈസ് അനുസരിച്ചിട്ട് പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചാൽ ഒരു കമ്പനി മൊത്തമായിട്ട് വാങ്ങണമെങ്കിൽ എത്ര രൂപയാണ്, അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചാൽ. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് അനുസരിച്ചിട്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട്, അതേ ഇൻറ്റു എത്രയാണ് മാർക്കറ്റിലെ വില, അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ആ കമ്പനി മൊത്തമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മൊത്തത്തിൽ എത്ര ഷെയർ ഉണ്ട്, അതേ ഇൻറ്റു ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ എല്ലാ കമ്പനിനെയും റാങ്ക് 1, റാങ്ക് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ അതിൽ 0 to 1 തൊട്ട് 100 വരെയുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചുള്ള കമ്പനിയാണ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. 1 to 100 റിലയൻസ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ ഇൻഫോസിസ്, HDFC, അങ്ങനത്തെ വലിയ വലിയ കമ്പനികൾ അതിൽ പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് വലിയ കമ്പനിയായി, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഇത്രയും പ്രൂവ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിൽ. അപ്പോൾ ലാർജ് ക്യാപ്പ് കമ്പനിയിൽ അതാണ്. ഇനി മിഡ് ക്യാപ്പ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ 101 തുടങ്ങിയിട്ട് 250 വരെയുള്ള കമ്പനികൾ, ഇനി അല്ലെങ്കിൽ 250 തുടങ്ങിയിട്ട് താഴേക്കുള്ള അതിനാ സ്മോൾ ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്പനിയാണ്. അപ്പോൾ അത് അടുത്ത വർഷം ഒറ്റയടിക്ക് ഡബിൾ ആവാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനൊരു ഗ്രോത്ത് ഉണ്ട്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷെ അവർ കുറേ ബാക്കി താഴേക്ക് വരുന്ന റാങ്കിങ്ങിൽ വരുന്ന കമ്പനികളെ അപേക്ഷിച്ച് സ്റ്റേബിളാണ്. കറക്റ്റ്. അപ്പോൾ അതിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ പെട്ടെന്ന് ആ കമ്പനിയുടെ ഹെൽത്ത് നോക്കണമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറയാം. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനികളായിരിക്കും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ
എന്തെങ്കിലും ഒരു ചെറിയ ലീഡർഷിപ്പിൽ ചേഞ്ച് തന്നെ വന്നാൽ മതി, ചിലപ്പോൾ പ്രൈസ് ചിലപ്പോൾ ഡബിൾ ആവും. വ്യത്യാസം വരാം. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആ കമ്പനിക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ ആ കമ്പനി പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നുള്ള രീതിയിലാണ് സ്മോൾ ക്യാപ്പിനെ പറഞ്ഞത്. ഇതിന് രണ്ടിനിടയിൽ മീഡിയത്തിൽ നിൽക്കുകയാണ് 151നും 250 ഇടയിലുള്ള കമ്പനികളാണ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ മിഡ് ക്യാപ്പിലുള്ളത് ലാർജ് ക്യാപ്പിലേക്ക് ആവും, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലുള്ളത് മിഡിലേക്കോ ലാർജിലേക്ക് ആവും എന്നുള്ളതിലാണ്. പക്ഷേ നമ്മളൊരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ജേണിയെങ്കിലും നമുക്ക് കുറേ കമ്പനികൾ സ്മോളിൽ തന്നെ നിൽക്കുന്ന കുറേ കമ്പനികളുണ്ട്, മിഡിൽ തന്നെ നിൽക്കുന്ന കുറേ കമ്പനികളുണ്ട്. ഇനി അതിൽ നിന്ന് താഴേക്കും പോയി പോകണം. നമ്മൾ നോക്കുമ്പോൾ റിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ റിസ്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഈ പറഞ്ഞ സൈസ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പിനാണ്, അത് കഴിഞ്ഞാൽ മീഡിയമാണ്, അത് കഴിഞ്ഞാൽ ലാർജിലാണെന്ന് പറയാം. അപ്പോൾ ഇക്വിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പാണ് എന്ന് നമുക്ക് പറയാം. ഇത് സിമ്പിൾ കാര്യമല്ലേ. പിന്നെ ഇതിൽ തന്നെ കോമ്പിനേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ലാർജ് ആൻഡ് മിഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ലാർജിലെയും മിഡിലെയും അപ്പോൾ ഫസ്റ്റ് 250 കമ്പനികളിൽ മാത്രം എടുക്കുന്ന ഒരു സ്റ്റോക്ക് എടുക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും 25% വെച്ചിട്ട് മിഡിൽ നിന്നും സ്മോളിൽ നിന്നും ലാർജിൽ നിന്നും 25% വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവൻ ലാർജിലാണെങ്കിലും 80% ലാർജ് ക്യാപ്പിൽ തന്നെ ആയിരിക്കും. മിഡ് ക്യാപ്പ് ആണെങ്കിൽ 65% മിഡ് ക്യാപ്പിൽ തന്നെ ആയിരിക്കും. ഒരു ഫണ്ട് മാനേജർ ഒരു ഫണ്ടിൽ വരുന്ന ഫണ്ടിൻ്റെ 80% ഇപ്പോൾ ലാർജ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പിൽ സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 20% മിഡോ സ്മോളോ ഡെറ്റോ എങ്ങനെ വേണമെങ്കിലും ആ ഫണ്ട് മാനേജർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടുവരാം. അതുപോലെ തന്നെയാണ് സ്മോളിനും മിഡിനും 65% ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ വേണം. അപ്പോൾ ഇവൻ ലാർജ് ആൻഡ് മിഡ് ആണെങ്കിൽ 35% വെച്ചിട്ട് മിഡിൽ നിന്ന് 35, ലാർജിൽ നിന്ന് 35 അങ്ങനെയായിരിക്കും ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇവൻ ഇതിൽ വേണമെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് ഏതാണ് കൂടുതൽ റിട്ടേൺ തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റീസെൻറ്റ് പാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലാണ്. കാരണം മാർക്കറ്റ് നന്നായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇതിലെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരം കമ്പനികളിൽ സ്മോൾ മിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഡൈവേഴ്സിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടോപ്പ് 100 കമ്പനിയിലാണ് എൻ്റയർ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു 2/3 വരുന്നത്. ബാക്കി വരുന്ന 1/3 മിഡിലും സ്മോളിലും കൂടി ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്പോഷർ അല്ലെങ്കിൽ എവിടേക്കാണ് കൂടുതൽ പൈസ. അപ്പോൾ നമ്മുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ഈ റേഷ്യോ തന്നെ ചെയ്യണം, അല്ലാണ്ട് ഈക്വലായിട്ട് പോലും ചെയ്യരുത്. അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ ചില ടൈമിലൊക്കെ ചെയ്യാം. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരാണ്, അപ്പോൾ നമുക്ക് കൂടുതൽ പിന്നെ ടുവേഴ്സ് റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ റേഷ്യോ കുറയ്ക്കണം, റിസ്ക് കുറഞ്ഞതിലേക്ക് മാറണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ലാർജ് മിഡ് സ്മോള് അത് 3 പറഞ്ഞ്, പിന്നെ മൾട്ടി 25 എന്ന് പറഞ്ഞാൽ 3 അലോക്കേഷൻ ഡിസൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ഏതിലാണോ വാല്യുവേഷൻ ഉള്ളത് അപ്പോൾ അത് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ലാർജ് ആൻഡ് മിഡ് 35% വെച്ചിട്ട് നോക്കണം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം ഈ കോമ്പിനേഷൻ നമ്മൾക്ക് ഏതിലാണ് താല്പര്യം, നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യണത്. പിന്നെ ഉള്ളത് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്യാപ്പ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ഫണ്ട് മാനേജർക്ക് റെഗുലേറ്റർ പറഞ്ഞിട്ടുള്ളത് ഫണ്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ഇക്വിറ്റിയിലേക്ക് പാർട്ടിസിപ്പേഷൻ മാക്സിമം അല്ലെങ്കിൽ ഇതെന്നുള്ളതാണ്. ഏതിലേക്ക് വേണമെങ്കിലും ഫണ്ട് മാനേജർ. അപ്പോൾ പക്ഷേ ഇതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ മെജോറിറ്റി ഫണ്ടും ഇരിക്കുന്നത് ലാർജ് ക്യാപ്പിൽ തന്നെ. ഇപ്പോഴത്തെ രീതിയിലേക്ക് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് സേഫ് എന്നുള്ള രീതിയിലേക്ക് ഫണ്ടിൽ അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ എടുത്തേക്കുന്ന ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിലും അതിൽ ലാർജ് ക്യാപ്പിലാണ് കൂടുതൽ അലോക്കേഷൻ. അത് ഫണ്ടിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എത്ര ശതമാനം ലാർജിലുണ്ട്, എത്ര ശതമാനം മിഡിലുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് റിസർച്ചിൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യണ ടൈമിൽ തന്നെ. അത് പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട ഇതിൽ തന്നെയുള്ള ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലെക്സി ക്യാപ്പിൽ ചെയ്യണ പോലെ തന്നെ ചെയ്യണത്. പക്ഷേ ഇതിലാകുമ്പോൾ 30 സ്റ്റോക്ക് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫണ്ട് മാനേജർക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള 30 സ്റ്റോക്കിൽ 30 കൂടാൻ പാടില്ല. അതാണ് റെസ്ട്രിക്ഷൻസിൽ. ഇപ്പോൾ ശരിക്കും HNIസിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫണ്ട് മാനേജർക്ക് ഹൈലി കൺവിൻസിങ് ആയിട്ടുള്ള 30 സ്റ്റോക്ക് ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെ ഇന്ന മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോക്കസ് ഫണ്ടിന് നല്ലൊരു താല്പര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് ഫണ്ടിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നോക്കണമെന്ന് വെച്ചാൽ 30 സ്റ്റോക്കാണ് അതിലുള്ളത്. അപ്പോൾ ഫണ്ട് മാനേജർ അത് അത്രയ്ക്കധികം പഠിച്ച് കൃത്യമായി അത് നോക്കിയിട്ട് എടുക്കണ ഒരു ഇത് നല്ല രീതിയിൽ കുറേ പേര് അത് നല്ലൊരു ബെറ്റ്. അത് പലപ്പോഴും അത് എസ്പെഷ്യലി ഏതെങ്കിലും ഫോക്കസ് ഫണ്ടിൽ നല്ല റിട്ടേൺ വന്നെങ്കിൽ എല്ലാവരും അതിൻ്റെ പുറകെ പോകും. പക്ഷേ നമ്മളിപ്പോൾ കൂടുതലും ഇപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യണവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി ഇത് തന്നെയെന്ന് പറയാം. പിന്നെ HNIസിന് ഇഷ്ടപ്പെട്ട വേറൊരു കാറ്റഗറിയാണ് വേണമെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും ഇക്വിറ്റി തന്നെ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിലത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് തരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ റിസർച്ച് ചെയ്തിട്ട് അവർ നോക്കേണ്ട കാര്യം വെച്ചാൽ കൂടുതൽ ഡിവിഡൻഡുകൾ ഏത് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്യണത് അതിലായിരിക്കും അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ അപ്രിസിയേഷൻ അത് കൂട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇത്തിരി ഡിവിഡൻഡും കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ ശരിക്കും ഗ്രോത്ത് മോഡലുണ്ട്, ഇൻകം മോഡലുണ്ട്. IDCW എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. അപ്പോൾ ഇൻകം എടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് കൺസിസ്റ്റൻസി വേണ്ട. കൺസിസ്റ്റൻസി വേണമെങ്കിൽ SWP മോഡൽ, അതൊക്കെ പിന്നെ സംസാരിക്കാം. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രോത്ത് ഓപ്ഷന് പകരം ഇൻകം ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IDCW ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വഴി ഇതിലുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് മ്യൂച്വൽ ഫണ്ട് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫണ്ടിൻ്റെ നമ്മൾ പറയില്ലേ തമാശക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുദ്ര നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു ആവശ്യകതയും ആ ഫണ്ടിൻ്റെ സ്വഭാവം നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ ലാർജ് മിഡ് സ്മോള് മൾട്ടി ഫ്ലെക്സി ലാർജ് ആൻഡ് മിഡ് ഫോക്കസ്ഡ് ഡിവിഡൻഡ് ഈൽഡ് പറഞ്ഞു. പിന്നെ അടുത്ത കാറ്റഗറിയാണ് വാല്യൂ ഫണ്ട് അല്ലെങ്കിൽ കോൺട്രാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ വാല്യൂ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫണ്ട് മാനേജേഴ്സ് നോക്കണ കാര്യം വെച്ചാൽ അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എത്രയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും ഇൻട്രൻസിക് വാല്യൂ ശരിക്കും ആ കമ്പനിക്ക് എത്ര വാല്യൂ ഉണ്ട്, മാർക്കറ്റിലെ വിലയല്ല, അവരുടെ ബുക്ക് വാല്യൂ ഒക്കെ നോക്കിയിട്ട് എത്രയുണ്ട്. അത് ശരിക്കും ഇൻട്രൻസിക് വാല്യൂവിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് നോക്കാം. അതാണ് വാല്യൂ പിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. വാല്യൂ ഫോർ മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി വാങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ നാട്ടിലൊരു പറമ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ വില വന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു മെട്രോ വരാൻ ചാൻസ് ഉണ്ട്, അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആവും, ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോപ്പർട്ടി. അതാണ് നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ MG റോഡിൽ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് നല്ലതാണ്, വെള്ളം കിട്ടാനുള്ള സ്ഥലമാണ്, പിന്നെ 3 സ്ഥലം റോഡുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ തന്നെ റോഡുണ്ട്, അതൊക്കെ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അത് വാല്യൂ ഭയങ്കരമായിട്ട് ഗ്രോത്തിലുള്ളതിനെക്കാട്ടും പെട്ടെന്ന് നല്ലൊരു ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഈ വാരൻ ബഫറ്റൊക്കെ പറയില്ലേ വാല്യൂ സ്ട്രാറ്റജിയാണ് അവർക്ക് ഇഷ്ടം. അതെ അതെ. ക്യാഷ് ഫ്ലോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, റിയൽ മണി ഉണ്ടോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഫണ്ട് മാനേജർ പിക്ക് ചെയ്യുന്ന ടൈമിൽ അതൊരു വലിയ ഫേവറേറ്റ് സ്റ്റോക്ക് ആവണമെന്നൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് അതിൽ. അതേപോലെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു റെഗുലേറ്റർ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ഇന്ന ക്യാപ്പിൽ വേണമെന്നില്ല. ഫ്ലെക്സി ക്യാപ്പ് തന്നെ, ഫ്ലെക്സി ക്യാപ്പ് പോലെ തന്നെ അവർക്ക്. പക്ഷേ സ്ട്രാറ്റജി ഇവർ നോക്കണത് വാല്യൂ അവരുടെ, അത് ഫണ്ട് മാനേജറുടെ കോളാണ്. ഫണ്ട് മാനേജർ സ്റ്റൈലിൽ കമ്പനിയുടെ ഒരു ഇൻട്രൻസിക് വാല്യൂ നോക്കും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വാല്യൂ ഉണ്ടോ, നമുക്ക് നല്ല പ്രൈസിനാണോ കിട്ടുന്നത് എന്നൊക്കെ. ഇതൊരു സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്കറിയണം ഏത് വാല്യൂ ആണ് ഫണ്ടാണ് വർക്ക് ചെയ്യണത്, അവരെന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഇത്തിരി നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് റിട്ടേൺ മാത്രം നോക്കിയിട്ടല്ല ചെയ്യണം. പക്ഷേ അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റൈൽ ഏതാണ്, ആ സ്റ്റൈലിനെ അവർ പറയണമായി തന്നെ സ്റ്റോക്ക് സെലക്ഷനിലും അവർ അത് കൃത്യത പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാലേ നമുക്കിത് കിട്ടത്തുള്ളൂ, മനസ്സിലാവുള്ളൂ. ഇതേപോലെ തന്നെ കോൺട്രാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില ടൈമിൽ കോൺട്രയും വാല്യൂവും എപ്പോഴും ഒരു ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു മെയിൻ ഒരു വ്യത്യാസം, എന്താണ് ഇതിൽ. അതെ അതെ അതെ. അപ്പോൾ ഇത് കോൺട്രേറിയൻ വ്യൂ എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ കമ്പനിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അതിന് വലിയ ഇതൊന്നുമില്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മാറിയാൽ മാത്രമേ ഈ സാധനം പൊന്തി വരുള്ളൂ. അങ്ങനത്തെ ചില കമ്പനികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണത്
ഇപ്പോൾ ഞാനൊരു വെറുതെ പറയാം, ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയണം. ഇപ്പോൾ ഈ കാറ് കമ്പനി ബാറ്ററി കാറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണെങ്കിൽ ബാറ്ററി കാറിനോട് വലിയ താല്പര്യം ആൾക്കാർക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നമുക്കറിയാം ഈ സിറ്റുവേഷൻ മാറും. ഇത് പെട്ടെന്ന് തന്നെ എന്ത് പറഞ്ഞാലും റെഗുലേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ വാല്യൂ ഒന്നുമില്ല. പക്ഷേ അതങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇത് പറക്കുന്നറിയാം. അങ്ങനത്തെ കുറേ സിനാരിയോസ് ഉള്ള കുറേ കമ്പനികളുടെ ബിസിനസ് മോഡൽസ് ഉണ്ടാവും. അത് ഫണ്ട് മാനേജേഴ്സ് നോക്കിയിട്ട് പിക്ക് ചെയ്യണതാണ്. അപ്പോൾ വാല്യൂയിലും കോൺട്രാക്റ്റിലും നടക്കണതൊക്കെ വാല്യൂ തന്നെ നോക്കണത്. പക്ഷെ വാല്യൂയിൽ നോക്കണ കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയുണ്ട് കമ്പനിയുടെ വാല്യുവേഷൻ, അത് മാർക്കറ്റ് സിനാരിയോ ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം വെച്ചാൽ വാല്യൂ ഒക്കെ പോയി കിടക്കുകയാണ്. വാല്യൂ നല്ലതാണ്, കമ്പനിയുടെ മാർക്കറ്റ് വില ഭയങ്കര കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സിൽ ഈ സാധനം ഇൻഡസ്ട്രി അത്ര വലിയ പോരാ നമ്മളിരിക്കുന്നത്. പക്ഷെ കുറച്ചൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ നല്ലൊരു മാറ്റം വന്നാൽ പെട്ടെന്നായിരിക്കും. അപ്പോൾ അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ് മോഡലൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് പോളിസികളൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ബിസിനസ്. ഇപ്പോൾ ഇനി നമ്മൾ വിചാരിക്കുന്നത് അടുത്ത കൊല്ലങ്ങളിൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യാൻ പോണത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് ചില ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ GST ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചില കമ്പനികളൊക്കെ GST കൂടിയതിൻ്റെ പേരിലൊക്കെ പിടിച്ച് നിൽക്കുന്ന കമ്പനികളുണ്ട്. അവർക്കൊക്കെ വലിയൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിളാണ്. വെച്ചാൽ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കറക്റ്റ് അല്ല, എന്നാലും ഞാനൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ USA ടാക്സേഷൻ ഇഷ്യൂ ഉണ്ട്, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു തോന്നൽ വരെയാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോണത് ടെക്സ്റ്റൈലിൽ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കമ്പനികളൊക്കെ പറഞ്ഞ് ഞങ്ങളിനി ഇന്ത്യ ലെവലിൽ നന്നായിട്ട് ചെയ്യാൻ പോകുന്നു, ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ ചെയ്യാൻ പോകും. ഈ രണ്ടാമത്തെ ഒരു കേസുണ്ട്, USA തന്നെ പറയണത് ഐ ആം സോറി നമുക്ക് പണ്ടത്തേക്ക് തന്നെ പോകാമെന്ന്. അപ്പോൾ ഇപ്പോൾ ആ പ്രൈസ് താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സിനാരിയോ വന്നു കഴിഞ്ഞാൽ ആ കമ്പനികൾ വളരെ നന്നായിട്ട് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഏത് കമ്പനിയാണെന്നൊന്നും പറയണില്ല, പക്ഷേ ഇങ്ങനത്തേക്കൊരു അപ്പോൾ ഇതൊരു കോൺട്രാറി വ്യൂ ആണ്. അത് ആ ഫണ്ട് മാനേജ് ഇത് ഞാൻ ഈ ഇൻഡസ്ട്രി വെച്ചിട്ട് പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതേമാതിരി പ്രശ്നങ്ങളുള്ള അപ്പോൾ ഇതിലേതാണ് കൂടുതൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാറി വ്യൂവിലേക്കാണ് കൂടുതൽ റിസ്ക് ഉള്ളത്. വാല്യൂവിനും റിസ്ക് ഉണ്ട്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കോൺട്രാ ഫണ്ടുകൾക്കാണ് വാല്യൂ ഫണ്ടിനെക്കാട്ടും കുറച്ച് റിസ്ക് കൂടുതൽ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാല്യൂ ഫണ്ട് ഓക്കെ. ഒരു 7 കൊല്ലത്തിന് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കോൺട്രാ ഫണ്ട്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് അതൊക്കെ നല്ലത്. ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാവരും ഒരുമിച്ചെടുക്കാതെ ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുത്തു കഴിഞ്ഞാലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുക, റിസർച്ച് ഇടയ്ക്കൊക്കെ എടുത്ത് ചെയ്ത് തന്നെ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ചെയ്യണത്. ഇത് ഇപ്പോൾ പലപ്പോഴും നമുക്കുണ്ടെന്ന് വെച്ചാൽ ചില ടൈമിൽ കോൺട്രാ ഫണ്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് അപ്പോൾ പിന്നെ എല്ലാവർക്കും കോൺട്രാ മതി. പറയുന്ന ആൾക്കാർക്ക് കോൺട്രാ എന്നുള്ളതിൻ്റെ മീനിങ് പോലും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് തിരിയാം, സെൻറ്റിമെൻറ്റ്സ് തിരിയാം. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാനായിട്ട്. എസ്പെഷ്യലി ഇതിൽ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ആൾക്കാർ മാത്രം ചെയ്യണതായിരിക്കും അതിലൊക്കെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് ഇനി അടുത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ സെക്ടറൽ ഫണ്ട്, തിമാറ്റിക്കൽ ഫണ്ട് എന്നൊക്കെ പറയണ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ സെക്ടറൽ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സെക്ടറിനെ നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ തിമാറ്റിക്കൽ ഫണ്ട് വെച്ചാൽ ഒരു പർട്ടിക്കുലർ തീമിനെ നോക്കിയിട്ട് ഈ ഫാർമ സെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തീം എന്ന് പറയുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് തീം, ഡിജിറ്റൽ ഫണ്ട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഫാർമ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്, IT, ഡിജിറ്റൽ, ഫാർമ. ഈ പിന്നെ തിമാറ്റിക്കൽ ഫണ്ട് ഏറ്റവും ഇതായിട്ട് പറയുന്ന ഷെറിയ ഫണ്ട് തിമാറ്റിക്കൽ ഫണ്ടാണ്. അതിൻ്റെ തീം എന്താണ്? ഷെറിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നമുക്ക് ഷെറിയ ബിലീഫുള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഫണ്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ. ഇവൻ എത്തിക്കൽ ഫണ്ടിൽ തന്നെ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ എനിക്ക് കമ്പനിയുടെ കടം പ്രശ്നമില്ല, എനിക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യണ ഇൻഡസ്ട്രികൾ എത്തിക്കലായാൽ മതി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാർമ നോക്കാം, അപ്പോൾ അല്ലെങ്കിൽ IT നോക്കാം,
ഇതിലും ക്ലോസ് ഇട്ടിട്ട്, കാരണം ഇതിലൊക്കെ ഏകദേശം 80% വരെ ഈ ഫണ്ടിലുണ്ടാവുള്ളൂ. ബാക്കി ഇടണ ചിലപ്പോൾ ഇടുന്നത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആൾക്കാർക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാനും നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതേപോലെ തന്നെ ഇനി അടുത്ത കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ ELSS അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. അത് 3 വർഷം ലോക്കിനുള്ള ഫണ്ടാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഓൾഡ് റെജീമിലാണ് നമ്മൾ ടാക്സ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ കമ്പയർ ടു അതർ. സെക്ഷൻ 80 പ്രകാരം 1.5 ലക്ഷം വരെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ELSSൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ 3 വർഷം നമ്മൾ ട്രാക്ക് ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ് SIP ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളത്. SIP ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും 3 വർഷം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ ഫസ്റ്റ് വർഷം ഇട്ടത് നമുക്ക് എടുക്കാം. അങ്ങനെ അത് 3 വർഷം ലോക്കിൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മെയിൻലി ഈ ഇക്വിറ്റി ബേസ്ഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോൾ അവരുടെ ആവശ്യകതയും അവർക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് ഇതിലൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്തെടുക്കുക. എപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ ഇത് നമുക്ക് നിശ്ചയിക്കണം ഈ പറഞ്ഞ ഓരോ കാറ്റഗറിയിൽ എത്ര ശതമാനം നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രായം നോക്കിയിട്ട് നമുക്ക് സ്മോൾ ക്യാപ്പിൽ എത്ര കൊടുക്കണം, പിന്നെ ഇൻകം എടുക്കണമെങ്കിൽ അതിൽ നിന്ന് ഏതാണ് ടൈപ്പ് ഓഫ് ഫണ്ട്. ഇക്വിറ്റി പ്യുവർ ഫുൾ ഇക്വിറ്റി കാറ്റഗറിയാണ് ഇൻകം എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മറ്റേ IDCW കൊടുക്കണേ നല്ലത്. പലപ്പോഴും ഇക്വിറ്റിയിൽ നിന്ന് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എടുക്കാൻ നോക്കും. അത് അത്ര നല്ലൊരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മൾ ഇൻകം എടുത്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഇൻകം കൊടുക്കും. പിന്നെ ക്യാപിറ്റൽ തീരുന്ന ഒരവസ്ഥ വരും. അതിന് എവിടെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളത് ഫസ്റ്റ് ലാർജ് ക്യാപ്പ് പറഞ്ഞു, മിഡ് ക്യാപ്പ് പറഞ്ഞു, ലാർജ് ആൻഡ് മിഡ് പറഞ്ഞു, സ്മോൾ ക്യാപ്പ് പറഞ്ഞു, മൾട്ടി ക്യാപ്പ് പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലെക്സി, വാല്യൂ ഫണ്ട്, ഫോക്കസ് ഫണ്ട്, വാല്യൂ, കോൺട്രാ, ഡിവിഡൻഡ് ഈൽഡ്, ടാക്സ് സേവർ ഫണ്ട്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. ഇക്വിറ്റി ഫണ്ടിനെ പറ്റി മുഴുവനും പറയണമെന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ബേസിക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതെന്ത് മെയിൻലി വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കവർ ചെയ്ത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി എന്താണ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ ആണെങ്കിൽ ചെയ്യേണ്ട വരും. അപ്പോൾ അത്രയും നമുക്ക് ഇവൻ ശരിക്കും ഇപ്പം ഇതിൽ തന്നെ മണി ടോക്സിൽ നമ്മൾ കുറേ ഫണ്ട് മാനേജേഴ്സിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ ലാർജ് ക്യാപ്പിനെ കുറിച്ചൊരു എക്സ്ക്ലൂസീവായിട്ട് ലാർജ് ക്യാപ്പ് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജറിനായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ലൊരു സീരിയസ് വ്യൂവേഴ്സിനാണെങ്കിൽ അതൊക്കെ വാച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവൻ തിമാറ്റിക്കൽ ഫണ്ടിനെ പറ്റിയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഭിനവ് ശർമ്മ ഫണ്ട് മാനേജറായിട്ട് തന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബ്രീഫായിട്ട് നോക്കാവുന്നതാണ്. പിന്നെ അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് അടുത്ത സീരീസ് ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങളായിട്ട് വരാം. ആയിക്കോട്ടെ. താങ്ക് യു.